പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റൈറ്റ് വിംഗ് ഹിന്ദു നാഷണലിസ്റ്റ് അലയൻസ് ഒരു സൂപ്പർ ഭൂരിപക്ഷം ഉറപ്പാക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതോടൊപ്പം തന്നെ എതിർപ്പില്ലാത്ത സമൂലമായ മാറ്റം വരുത്താനുള്ള ശക്തിയും ഉണ്ടാക്കുമെന്ന്. എന്നാൽ കാര്യങ്ങളെല്ലാം മാറി മറിയുകയാണ് ചെയ്തത്, അല്ലെ? മോദിയുടെ വിമർശകരെയും എതിരാളികളെയും സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു യഥാർത്ഥ ഏകപക്ഷീയ രാഷ്ട്രീയമായി മാറുന്നതിനുള്ള അതിവേഗ പാതയിലാണ്. പാർലമെന്റ് സഭയിലോ ലോക്സഭയിലോ 400 സീറ്റുകൾ നേടുക എന്നതായിരുന്നു ഈ തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ മോദിയുടെ ലക്ഷ്യം. പക്ഷേ ഫലം പുറത്തു വരാൻ തുടങ്ങിയപ്പോൾ BJP എന്ന പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം രൂപീകരിക്കാൻ പോലും ആകില്ല എന്നുള്ള ഒരു അവസ്ഥ നമുക്ക് കാണേണ്ടി വന്നു. 10 വർഷം മുൻപ് അധികാരത്തിൽ വന്ന മോദി സർക്കാർ ഈ 10 വർഷത്തിനുള്ളിൽ ഇന്ത്യക്ക് വരുത്തിയ മാറ്റങ്ങൾ ചില്ലറയൊന്നുമല്ല. ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് 400 സീറ്റ് നേടുമെന്നുള്ള വിശ്വാസത്തിൽ എത്തിച്ചേർന്നതും. എന്നാൽ BJPയുടെ വോട്ട് വിഹിതം 63 സീറ്റുകളായിട്ട് കുറഞ്ഞു. ആകെ 240 ആയി കുറഞ്ഞു. പാർലമെന്റിൽ ഭൂരിപക്ഷത്തിന് 272 ആവശ്യമാണ്. അതേസമയം പ്രതിപക്ഷ പാർട്ടികൾ 235 സീറ്റുകൾ നേടിയപ്പോൾ BJPയുടെ സഖ്യകക്ഷികൾ 52 സീറ്റുകൾ അവിടെയും നേടി. കേവല ഭൂരിപക്ഷം നേടാനുള്ള BJPയുടെ വൻ പരാജയം എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ മോദിയെ സംബന്ധിച്ചിടത്ത് ജവഹർലാൽ നെഹ്റുവിന് ശേഷം മൂന്നാമത് 5 വർഷത്തെ ഭരണം ഉറപ്പിക്കുന്ന ആദ്യ നേതാവായിട്ട് മാറുകയാണ്. അത് മോദിയുടെ വിജയം തന്നെയാണ്. ഇപ്പൊ 2014 മോദി അധികാരമേറ്റപ്പോൾ മുതൽ ജനസംഖ്യയുടെ 80% ദൈവ ആരാധകരുടെ രാജ്യത്ത് ഹിന്ദു ദേശീയതയുടെ കടുത്ത ബ്രാൻഡുമായി BJP വന്നപ്പോൾ നരേന്ദ്രമോദി ദശാബ്ദങ്ങളിൽ കാണാത്ത ഒരു ജനപ്രീതി നേടിയിട്ടുണ്ടായിരുന്നു. മോദിയുടെ നേതൃത്വത്തിൽ 1.4 ബില്യൺ ജനങ്ങളുടെ രാജ്യം, ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു പ്രധാന സമ്പദ് വ്യവസ്ഥയും ആധുനിക ആഗോള ശക്തിയുമായിട്ട് മാറി. അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയിലും ബഹിരാകാശ കുതിച്ചുചാട്ടത്തിന്റെ കാര്യത്തിലും എല്ലാം ഇന്ത്യയുടെ വളർച്ച പൊടുന്നനെയാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് മാറാൻ കാരണം മോദി എന്ന ബ്രാൻഡ് തന്നെയാണ്. എന്നിരുന്നാലും ഈ ഇന്ത്യ ശക്തമായിട്ട് ഒരു ഭാഗത്ത് വളർന്ന സമയത്ത് ഒരു സൈഡ് ദാരിദ്ര്യവും അതുപോലെ തന്നെ തൊഴിലില്ലായ്മയും നിലനിന്നു, പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിൽ. ഇതെല്ലാം BJPയുടെ സീറ്റുകളെ കാര്യമായി ബാധിച്ചു എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ CAA നിലവിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും BJPക്ക് വിള്ളൽ വരുത്തിയിട്ടുണ്ടെന്നുള്ള വാദങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയുടെ ജനവിധി ഒരിക്കലും നമുക്ക് പ്രവചിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. ഇനി എന്ത് എക്സിറ്റ് പോൾ ഫലമായാലും ശരി, BJPയുടെ ഓവർ കോൺഫിഡൻസ് ആയിരുന്നു ഈ 400 സീറ്റുകൾ. അതായത് ജനത്തോടുള്ള BJPയുടെ വിശ്വാസം. NDA 3ാം തവണയും സർക്കാർ രൂപീകരിക്കാൻ പോകുന്നു എന്നുള്ള നേട്ടം മാത്രമാണ് ഇപ്പോൾ കൈവരിച്ചിട്ടുള്ളത്. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്ത് ഇത് വലിയ തോൽവി തന്നെയാണ്. അത് BJP സമ്മതിച്ചേ മതിയാകൂ.